നമ്മളെ പെരുവനം പൂരം കാണാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പോഴാണ് നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഈ സാധനം കണ്ടത്. കണ്ടാ, പൂങ്കുന്ന ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ രഥത്തിന്റെ എഴുന്നള്ളിപ്പാണ്. ഇവിടുത്തെ കാഴ്ചകളിൽ നിന്നും തൽക്കാലത്തേക്ക് ഞങ്ങൾ വിട പറയുകയാണ്. ഇതിലെ വലിയ കാഴ്ചകൾ കാണാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിയിൽ നമുക്ക് ചെറുതായി ഭക്ഷണം കഴിക്കണമെന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഫാസിൽ പറഞ്ഞൊരു വെജിൻ്റെ ഒരു ഹോട്ടൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് കയറാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഷോപ്പ് വരുന്നത് ഗുരുവായൂർ ടിഫിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാണ്. അവിടുത്തെ ഭക്ഷണം കുഴപ്പമില്ല, വെച്ച് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ദോശ ഐറ്റംസ്, ഇഡ്ഡലി എന്ന് കഴിച്ച് ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു. അങ്ങനെ ഞങ്ങൾ പൂരനഗരിയിലെത്തി. ആദ്യം കണ്ടത് ചേർപ്പ് ഭഗവതിയുടെ ചമയ പ്രദർശനമാണ്. വിവിധ ചമയങ്ങൾ നമ്മളെല്ലാവരും കണ്ടാസ്വദിച്ച് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടൊക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആനകൾ വരുന്നുണ്ട്. നമുക്കറിയാം, വലിയൊരു ക്ഷേത്രമായതുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ രാവും രാത്രിയും പൂരം നടക്കുന്നതുകൊണ്ട് തന്നെ ആനകൾക്ക് റെസ്റ്റ് കൊടുക്കുന്നൊരു സംവിധാനം വരുന്നുണ്ട്. ഇന്ന സമയങ്ങളിൽ ആനകൾ മാറി മാറി വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാണുന്ന എല്ലാ ഭാഗങ്ങളിലും ആനകൾ വിശ്രമിക്കുന്നുണ്ട്. പെരുവനത്തെ നടവഴിമേളമാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് എത്തുമ്പോഴേക്കും അവിടെ മേളം ഒരു ഭാഗത്തു നിന്ന് തുടങ്ങി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം, ലോകപ്രശസ്തമായ പാഞ്ചാരി മേളം പിറവിയെടുത്തത് പെരുവനം പൂരത്തിൻ്റെ മണ്ണിലാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ഫീലാണ് ഇവിടെ നിന്ന് ഈ പൂരം ആസ്വദിക്കാൻ. നടവഴിയിൽ പൂരം കുട്ടിക്കിടന്നതിൻ്റെ ഇടയിൽ പുറത്ത് പഞ്ചവാദ്യം വരുന്നതുണ്ടെന്ന് നമ്മൾ ടി വിയിൽ കണ്ടതിൻ്റെ പ്രകാരം നമ്മൾ അതും കൂടി വീക്ഷിച്ച് വരാമെന്ന് കരുതി എല്ലാവരും കൂടി അവിടേക്ക് പോയി. അങ്ങനെ പഞ്ചവാദ്യം കണ്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു ഇറങ്ങുമ്പോൾ അവിടെ ഒരു സന്നദ്ധ സേവനം എന്ന പോലെ അവിടെ വരുന്ന അതിഥികളെ സ്വീകരിച്ചുകൊണ്ട് വെള്ളവും തണ്ണിമത്തനൊക്കെ കൊടുക്കുന്ന ഒരു ചെറുപ്പക്കാരുണ്ട്. അങ്ങനെ അതും കുടിച്ച് ഞങ്ങൾ വീണ്ടും തിരിച്ച് നടുവഴിയിലേക്ക് ഞങ്ങൾ വരികയാണ്. അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ 1400 വർഷത്തെ പാരമ്പര്യം തുടിക്കുന്ന മണ്ണാണ് ഈ പെരുവനം. AD 583 മുതൽ ആരംഭിച്ച വിശ്വപ്രസിദ്ധമായ പെരുവനം പൂരത്തിൻ്റെ പ്രൗഢി നമുക്ക് വാക്കുകളേക്കാൾ ഈ അനുഭവം കൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞറിയിക്കാവുന്നതാണ്. ഈ ഒരു 108 ക്ഷേത്രങ്ങളുടെ സംഗമം ഇന്ന് 18 ദൈവമാരാണ് ഈ ഒരു ദിവസത്തിൽ ഇവിടെ വന്നു പോകുന്നത്. ഇന്നേ വരെ ഈ പൂരം കാണാത്തവർ ഒരു വട്ടമെങ്കിലും നേരിട്ട് വന്ന് കണ്ട് ആസ്വദിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത്രയും ഗംഭീരമാണ്. അവസരം ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിയിൽ, അമ്പലത്തേക്ക് കയറുന്ന വഴിയിൽ നമ്മുടെ പെരുവനം കുട്ടന്മാരുടെ പാഞ്ചാരി മേളവും കുറച്ച് നേരം ആസ്വദിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചിറങ്ങിയത്. അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.